ഇതാണ് ഡാർജിലിങ്ങിൻ്റെ ജോയ് റൈഡ് അല്ലെങ്കിൽ ടോയ് ട്രെയിൻ എന്ന് പറയുന്നത്. 100 കിലോ വരെ ഇത് എടുക്കും. 500 kg ആണ്, 500 kg, 1000 വരെ. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ സിലിഗുരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഒരു 6 മണിയായി. നമ്മൾ ആ പമ്പിലാണ് ഇന്നലെ സ്റ്റേ ചെയ്തത്. അതും ഡാർജിലിംഗ് ഡിസ്ട്രിക്റ്റിലേക്ക് കടന്നിട്ടാണ്. അപ്പോൾ ഇത് ഡാർജിലിംഗ് ഡിസ്ട്രിക്റ്റിലേക്ക് കയറിയിട്ടോ. അതാണ് ഈ സീനറി കംപ്ലീറ്റ് മാറി തണുപ്പാണ്. ഇതേ നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഒരു 2.25 മണിക്കൂറാണ് സിലിഗുരിക്ക് കാണിക്കുന്നത്. ഡാർജിലിംഗിലേക്ക് ആ റൂട്ടല്ല, കുറച്ച് ഡീവിയേറ്റ് ചെയ്തുള്ള റൂട്ടാണ്. അപ്പോൾ ഡാർജിലിംഗിലേക്ക് ഏകദേശം ഒരു 10 മണിക്ക് മുമ്പ് നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ പോവാം, എന്തായാലും ഡാർജിലിംഗ് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്ലൈമറ്റിലാണ് ഇനി യാത്ര. അപ്പോൾ ഇനി ചൂടില്ല, വെയിലില്ല, ഇനി തണുപ്പാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നമ്മൾ ഡാർജിലിംഗിൽ പോകുന്ന വഴിയാണ്. കണ്ടോ, ബാക്കിലൊക്കെ പട്ടാളക്കാരുടെ ക്യാമ്പ്സ് ഒക്കെയാണ്. പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്, നമുക്ക് തിരിക്കൊക്കെ ചെയ്യാം. ഇതിനൊക്കെ പറ്റി ഇനി കൂടുതൽ പഠിക്കണം. ഇതിനെപ്പറ്റൊന്നും പറ്റി എനിക്കിപ്പോൾ അറിയില്ല. കണ്ടോ, ഫുൾ ആർമിയാണ്, ആർമി ജീപ്പും ആർമി വെഹിക്കിളാണ് പോകുന്നത്. ഇപ്പോൾ സിലിഗുരിയിൽ നിന്ന് ഡാർജിലിംഗിലേക്കുള്ള റൂട്ടാണ്. ഈ റൂട്ടിൻ്റെ ഒരു ഭംഗി എന്താണെന്ന് വെച്ചാൽ ഇത് റോഡ് അത്ര ഡെവലപ്ഡ് അല്ല. അതുകൊണ്ട് തന്നെ ഒരു പഴയൊരു ബ്യൂട്ടി ഇപ്പോഴും നിലനിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും. ഒരു ഹൈവേ പോലെ ഡെവലപ്പ് ആവാത്തതുകൊണ്ട് ഞങ്ങൾ ഈ വന്ന റൂട്ട്. എന്നാൽ നാഷണൽ ഹൈവേ ഒരു റൂട്ടും കൂടി ഉണ്ടെന്നാണ് താഴെ നിന്ന് മനസ്സിലാക്കിയത്. അതിപ്പോൾ ക്ലോസ്ഡ് ആണ്. മേ ബി എന്തെങ്കിലും ലാൻഡ് സ്ലൈഡോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ പിന്നെ റോഡിന്റെ പ്രത്യേകത, റോഡിൽ ഫുള്ള് ഗ്രിപ്പാണ്. അവിടെ കുറച്ച് സേഫ് ഫീൽ ചെയ്യുന്നുണ്ട്. ഗ്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ പീസുകൾ കുറച്ച് എക്സ്പോസ്ഡ് ആക്കിയിട്ടിട്ട് റഫാക്കിയേക്കാണ് റോഡ്. അത് മഴക്കാലത്തൊക്കെ വളരെ ഉപകാരത്തിൽ വരും. ആ അതെ അതെ. അപ്പോൾ റോഡ് കുറച്ചും കൂടി നേരമാണല്ലോ, അതുകൊണ്ടും കൂടിയാണ് ഇതൊക്കെ ഒരു സപ്പോർട്ടീവ് കാര്യങ്ങളായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ ഒരു ടൂറിസ്റ്റ് ടാക്സി ആളെ കിട്ടി. അജ്മൽ ആളോട് സംസാരിച്ചുകൊണ്ടൊക്കെയാണ്. ആളിവിടെ ടൂറിസ്റ്റുകളെ കൊണ്ടുവന്നതാണ്. കണ്ടില്ല, അവരിവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ആൾ പറയുന്നത് നമുക്ക് നേപ്പാളിലേക്ക് ഒന്നെങ്കിൽ സിലിഗുരിയിൽ നിന്ന് പോകണമായിരുന്നു. അപ്പം നമ്മൾ ഡാർജിലിംഗിൽ എത്തിയല്ലോ, പിന്നെ ഡാർജിലിംഗിൽ നിന്ന് പോവാം. പക്ഷേ നമുക്ക് സിക്കിമിൽ നിന്ന് പോകാനേ പറ്റില്ല. അപ്പോൾ ഇവിടെ തന്നെ ഡാർജിലിംഗിൽ നിന്ന് പോവുകയാണെങ്കിൽ ഏകദേശം 600 കിലോമീറ്റേഴ്സ് ഉണ്ട്. അതായത് 9 hours ജേർണി ഉണ്ട്. അതിന് നമുക്ക് ഇവിടുത്തെ DM ഓഫീസിൽ ചെന്നിട്ട് വണ്ടിയുടെ രജിസ്ട്രേഷൻ ആൻഡ് ഓൾ പ്രോസസ്സ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഇതൊരു ഇൻഫർമേഷനാണ്. അപ്പം നമ്മളിപ്പം ഡാർജിലിംഗ് മേലെ, ഇപ്പോൾ നമ്മൾ ഓൺ ദ വേ മേലെ കയറി കഴിഞ്ഞാൽ DM ഓഫീസിൽ ചെന്ന് അതിൻ്റെ പേപ്പർ വർക്ക്സ് ചെയ്തിട്ട് ചിലപ്പം ഇവിടുന്ന് നേരെ നേപ്പാളിൽ പോയി തിരിച്ച് വന്നിട്ടേ നമ്മൾ ഗാങ്ടോക്ക് പോകുള്ളൂ. കാരണം ബിനു, ശ്രീജ, ഇതാ നോക്ക്, ഞങ്ങൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകാം കേട്ടോ. ഇത് ഇൻസ്റ്റൻറ്റ് ഉപ്പുമാവാവും. ഇതേപോലത്തെ ഗീ ഇതിൻ്റെ ഒരു കാബാഗ് കേട്ടോ. ഇത്രയല്ലേ നമ്മൾ വില വെച്ചോളൂ. ഇത് ഗീ റൈസ്, പിന്നെ ബിരിയാണി റൈസ്, ഉപ്പുമാവ്, ഇങ്ങനത്തെ പാക്കറ്റ്സ് ബിനുവും ശ്രീജിയും തന്നതാണ്. പോരുമ്പോൾ ഇതിലൊന്നും ഇടണ്ട, നമ്മൾ എല്ലാം മിക്സ് ചെയ്തിട്ട് വെച്ചിരിക്കുക. ജസ്റ്റ് വെള്ളം ഇടുക, അതിൽ മിക്സ് ചെയ്യുക, അടച്ചു വെക്കുക, ഉപ്പുമാവ് റെഡി, ഇൻസ്റ്റൻറ്റാണ്. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ ഡാർജിലിംഗിൽ പോകുന്ന വഴിക്ക് ഈ സ്ഥലത്ത് സൈഡാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഇതിൽ കണ്ടോ, എല്ലാം ഉണ്ട്. ഉള്ളി, വറുത്ത ഉള്ളി, കടുക്, പിന്നെ ഉഴുന്ന്, എല്ലാം ഇതിലുണ്ട്, ഉപ്പടക്കം. എന്നിട്ട് നമുക്ക് കഴിക്കാം. ഓ, ആ കയറ്റം കണ്ടോ, നമ്മൾ കയറാൻ പോകുന്ന കയറ്റം. അത് ഭയങ്കര സ്റ്റീപ്പ് കയറ്റം അല്ലേ.
നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് റൈറ്റ് സൈഡ് ഫുള്ള് കൽക്കരി റെയിൽവേ സ്റ്റേഷൻ്റെ റിനോവേഷൻ വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ടൈലിങ് ഒരു സൈഡ് ഫുള്ള് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഒന്നുകൂടെ കുട്ടപ്പനായിട്ടുണ്ടാവും. നമ്മുടെ ടോയ് ട്രെയിനിൻ്റെ സ്റ്റേഷനിലാണ് വന്നത്. ഇത് കുറച്ചുകൂടെ ലക്ഷറി കൂപ്പയായിട്ട് തോന്നുന്നുണ്ട്, അത് കുറച്ചുകൂടെ നോർമൽ കൂപ്പയായി തോന്നുന്നുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റും ട്രെയിൻ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടുത്തെ ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ ചോദിക്കണം. ഞാനിപ്പോൾ പ്ലാറ്റ്ഫോമിൽ എത്തി, പക്ഷേ ബാക്കിലൂടെയാണ് കയറിയത്. അപ്പോൾ പോയി ടിക്കറ്റും അതിൻ്റെ ഫെയറും ഒക്കെ ചോദിച്ചിട്ട് വരാം. സ്റ്റേഷൻ മാസ്റ്റർ റൂം. അപ്പോൾ ട്രെയിനിൽ അവിടെ ഭയങ്കര പൊടിയാണ് കേട്ടോ, അതാണ് മാസ്ക് ഇട്ടത്. അപ്പോൾ അവിടെ ട്രെയിനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ജോയ് റൈഡ് എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ സെക്ഷൻ ഉണ്ട്, റെഗുലർ പാസഞ്ചേഴ്സിന് വേറെ ട്രെയിൻ ഉണ്ട്. ഓരോ ടൈം വെച്ചിട്ടാണ്. ഇപ്പോൾ 12 മണിക്കുള്ള ട്രെയിൻ പോയി, ഇനി നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞ്, അതായത് 2 o'clock അടുപ്പിച്ചിട്ടേ ട്രെയിനുള്ളൂ. സ്റ്റീം എൻജിനും ഉണ്ട്, പിന്നെ ഡീസലിൻ്റെയും ഉണ്ട്. സ്റ്റീമിനാണെങ്കിൽ ഒരാൾക്ക് 1500, ഡീസലിനാണെങ്കിൽ ഒരാൾക്ക് 1000. ഇതാണ് റേറ്റ്. അവർ ഫുൾ കറക്കും, ഒരു സ്ഥലത്ത് നിർത്തും. അവിടെ നമുക്കൊരു 15-20 മിനിറ്റ് ആ ഏരിയയിൽ എന്തെങ്കിലും ഷോപ്പ് ചെയ്യാനുണ്ടെങ്കിലൊക്കെ ഇറങ്ങാം, എന്നിട്ട് തിരിച്ചു വരാം. ഇതാണ് ഡാർജിലിങ്ങിൻ്റെ ജോയ് റൈഡ് അല്ലെങ്കിൽ ടോയ് ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ജോയ് റൈഡ് ടോയ് ട്രെയിനിൻ്റെ ഉൾവശം. മെയിൻലി ഇവിടെ 2 ടൈപ്പ് ഓഫ് ട്രെയിനാണ് നമുക്ക് കിട്ടുക. ഒന്ന് നമുക്ക് ഈ കാണുന്ന ബാക്കിൽ കാണുന്ന പോലത്തെ സ്റ്റീം എൻജിൻ വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യുക, കൽക്കരി വണ്ടി. പക്ഷെ അതിലായിരിക്കും എനിക്ക് തോന്നുന്നത് ഒരു ഹിമാലയൻ റെയിൽവേൻ്റെ ഒരു ഇഫക്റ്റ് കിട്ടുക അതിലായിരിക്കും, കാരണം ആ കൂവി വിളിച്ച് പോകുന്നതിൽ. പിന്നൊന്ന് നമുക്ക് സാധാ ഡീസൽ എൻജിൻ ഉണ്ട്, അതാണ് ഇതേ അവിടെ നിർത്തിയിട്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് ആ സംഭവം. ഇതിൻ്റെ ഈ ട്രാക്ക് ലെങ്ത് എന്ന് പറയുന്നത് 2 അടിയുള്ളൂ കേട്ടോ, 610 mm ആണ്. ഇവിടെ നമുക്ക് ഈ ജോയ് റൈഡ് എന്ന് പറയുന്നതാണ് ടൂറിസ്റ്റുകൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, 1500-ഉം 1000-ൻ്റെയും. അതല്ലാണ്ട് ലോക്കൽസ് തന്നെ അവരുടെ ഡേ ടു ഡേ ലൈഫിൽ വേണ്ടിയിട്ട് ഈ ഡാർജിലിംഗ് നിന്ന് ഗുംലേക്ക്, ഡാർജിലിംഗ് നിന്ന് കർസോങ്ങിലേക്കൊക്കെ പോകുന്നുണ്ട്. കർസോങ്ങിലാണ് ഈ ട്രെയിനിൻ്റെ ഹെഡ് ഓഫീസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ നമുക്കിപ്പോൾ ഈ ഒരു റൈഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ജോയ് റൈഡാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഇത്ര വരും. അതല്ല മറ്റേ നോർമൽ റൈഡാണെങ്കിൽ കുറേ ദൂരം പോകും. അപ്പോൾ സമയം കുറേ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ മൊത്തം സിറ്റിയൊക്കെ കറങ്ങാം. അതല്ലാന്നുണ്ടെങ്കിൽ ജോയ് റൈഡ് തന്നെ പറ്റുന്നുണ്ടാവുള്ളൂ. പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇത്ര ഫേമസ് ആയത് 1999 ഇത് യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റായിട്ട് പ്രഖ്യാപിച്ചു ഈ DHRന്. അതോടുകൂടിയാണ്, അത് DHR എന്ന് പറഞ്ഞാൽ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ സർവീസ്. അതിനുശേഷമാണ് ഇത് ഇത്ര ഹിറ്റായത്. അല്ലെങ്കിലും നമുക്ക് ഊട്ടിയിലൊക്കെ ഉണ്ട് ഇതേപോലത്തെ, പക്ഷേ ഇതൊരു കാണാൻ രസമാണ്. പിന്നെ നല്ല കളറൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ ഈ ഒരു ചെറിയ സിറ്റി അല്ലേ, അതും ക്രൗഡഡ് ആയിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് വന്ന് ക്രൗഡഡ് ആയ അതേ റോഡിലൂടെയാണ് ഇത് പോകുന്നത്. ഇത് പോകുമ്പോൾ ട്രാഫിക് നിർത്തും, പിന്നെ ഇതിന് പോകാൻ വേണ്ടിയിട്ട് ട്രാഫിക്കിന് പോകാൻ വേണ്ടിയിട്ട് ഇത് നിർത്തും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. കണ്ടോ, ഇതിങ്ങനെ തലയിൽ കൂടെ ഇട്ടിട്ട് ഫുൾ വെയിറ്റ് ബാക്കിൽ വെക്കും. 500-600 കിലോ വരെ ഇത് എടുക്കും. 500 kg ആണ്, 500 kg, 1000 വരെ എടുക്കാന്നാ പറയുന്നത്. പക്ഷെ ഒക്കെ നമ്മള് സർക്കോബി കപ്പാസിറ്റി ചെയ്യണ. ഇതപ്പോൾ ഈ കാണുന്ന വണ്ടിയില്ലേ, ഇതാ ഇങ്ങനെ വന്നിറങ്ങി. ഇതിപ്പോൾ ഗാങ്ടോക്കിൽ ആൾക്കാരെ ഇവിടേക്ക് കൊണ്ടുവരുന്ന വണ്ടികളാണ്. ഇവിടെ ബസ്സില്ല, ഇവിടെ ബസ് സർവീസ് ഇല്ല. അതേപോലെ തന്നെ ഇവർ ട്രാൻസ്പോർട്ടേഷന് യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ വണ്ടികളും പിന്നെ ചെറിയ ടാക്സികൾ, പിന്നെ ഞാൻ പറഞ്ഞ ആ ട്രെയിനില്ലേ, ലോക്കൽ ട്രെയിൻ, ഇതാണ് ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് ഇവിടെ മിനി ബസ്സോ ഒന്നുമില്ല ഇവിടെ. സോ ഇതാണ് ഡാർജിലിങ്ങിലെ ഒരു ബേക്കറി. നമ്മളൊക്കെ നാട്ടിലെ ബേക്കറി പോലെ തന്നെയാണ്. കണ്ടോ,
കുറേ ബിസ്ക്കറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ये पप्स है ना, पप्स 25 पपीस. ओके, हमारा यहाँ भी वैसा ही കണ്ടോ ഇവിടെ ഉണ്ട്. പിന്നെ ഇത് ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ഫുഡായിട്ടുണ്ട് കണ്ടോ. ഇവിടെ ചിക്കൻ പിസ്സ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പാർക്കിംഗ് കിട്ടലാണ് ഏറ്റവും ടഫ് കേട്ടോ. ഇവിടെ കുറേ പാർക്കിംഗ് പ്ലേസസ് ഉണ്ട്, പക്ഷേ ഒന്നും അത്ര നിയർ ബൈ അല്ല. നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇവിടെ നിർത്തിയേക്കാണ്. അകത്താണ് അമ്പലം, പക്ഷെ മണി ഇവിടെ നിന്ന് അടിക്കാം. ഡാർജിലിംഗിൽ വന്നിട്ട് നമ്മൾ ചായപ്പൊടി നോക്കില്ല എന്ന് പറഞ്ഞാൽ മോശമാണ്. This one is very thin leaves and long leaves, you know, so it is very mild color. But there is a lot of flavor and taste is there. Oh. Yeah, and our India here is looking some of the strong tea, and our Europe persons they are saying the strong is the different things. Okay. Here is the strong tea means when they are looking the very dark color, that is called they are. That is our tea, no? Kerala tea. Adu nammade tea parayunnu. They are saying that is the strong tea, and they are using a huge quantity of milk and huge quantity of sugar, and they say that is the best. They say. We are not saying. But in our India here is in the international market, Darjeeling tea is mostly they are taking without milk. കേട്ടല്ലോ. അപ്പം നമ്മളുടെ ടീ അല്ല എന്നാണ് ഇവർ പറയുന്നത്. ടീ എന്ന് പറഞ്ഞാൽ ഡാർജിലിംഗ് ടീ ആണ്. കുറച്ച് പാലിട്ട് കഴിക്കുന്ന, അല്ലാതെ ഗ്ലാസ് ഫുൾ പാലിട്ട് കഴിക്കുന്ന ടീ അല്ല എന്നാ പറയുന്നത്. എനിവേ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതാ നേരെ ഇങ്ങോട്ട് പിടിച്ചാൽ മതി. ഇവിടെ അടിപൊളി ടീ വെറൈറ്റികൾ ഉണ്ട്, കഴിച്ചു നോക്കാം. ഞാൻ എന്തായാലും ഒന്ന് കുടിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഉച്ച സമയം 3:15 സിറ്റുവേഷൻ കണ്ടേ. ഇതൊക്കെ എൻ്റെ ബാക്ക് കണ്ടോ, കോടയാ. ഫുൾ കോടയാ. ഇതെവിടെയാ അറിയോ? അതെ, നമ്മൾ ചായ കുടിക്കാൻ നിർത്തിയ ഷോപ്പിന്റെ പുറകിലാ കണ്ടോ. അതെ, ചായ കുടിക്കാൻ നിർത്തിയതാണ്. ഇതാണ് ഷോപ്പ്. ഇവിടെയാണ് ചായ കുടിക്കാൻ നിർത്തിയത്. ആ ചേട്ടൻ നമുക്ക് നേപ്പാളിലേക്കുള്ള വഴിയാ പറഞ്ഞിരുന്നത്. സോ നമ്മള് നേരെ നേപ്പാളിലേക്കാണ്. അതായത് നമ്മൾ ഡാർജിലിംഗിൽ നിന്ന് ഈ തണുപ്പത്തുനിന്ന് നേരെ കണ്ടില്ലേ, തണുപ്പ് കണ്ടില്ലേ, തണുപ്പ് നേരെ നേപ്പാളിലേക്കാണ്. അത് ഓ കണ്ടില്ലേ, അയ്യോ सुपर. आप यही जैकेट में है ना? ओके ओके, सुपर सुपर. जी ज़्यादा नहीं है ना गर्मी? जी गर्मी यहाँ ये रोड है पूरा ब्लॉक. वो ये ഇത് കണ്ടില്ലേ, ഈ പോസ്റ്റ് കാണുന്നില്ലേ, ആ പോസ്റ്റ് ആണ് ഇതാ ഈ കാണുന്ന പോസ്റ്റ്. ഇത് ഫുൾ മഞ്ഞായിരുന്നു. ആ സായിബാബേന്റെ പോസ്റ്റർ കാണുന്നില്ലേ, ഇത് സായിബാബേന്റെ പോസ്റ്റർ ഇതിലും നമുക്ക് കാണാം. സോ ഈ റോഡായിരുന്നു, കണ്ടില്ലേ. അതായത് നമ്മൾ ഈ ഇരിക്കുന്ന ചായക്കടയും, ഞാൻ വിചാരിക്കുന്നത് ഈ തണുപ്പേ എന്തൊരു വൈബാന്നാ. അപ്പൊ നമ്മൾ ഈ ഇരിക്കുന്ന ചായക്കടയും ഈ റോഡും ഇതെല്ലാം ഒരു എന്താ പറയാ, ഒരു മഞ്ഞിൽ മൂടി കിടക്കുന്ന ഒരു അവസ്ഥയല്ലേ. അതാണ് ഫെബ്രുവരിയിൽ ഇവിടെ വന്നാൽ ഡാർജിലിംഗില്. അപ്പൊ ഇതിപ്പോ സീസൺ ടൈം അല്ല, അതിൻ്റെ ഒരു നഷ്ടം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലേറ്റായി പോയതാണ്, പക്ഷെ ആ ഒരു സമയത്തെ ഫീലിംഗ്, ഈ റോഡൊക്കെയാണ് അതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കണ്ടില്ലേ, ഈ റോഡിൽ ഇപ്പം മഞ്ഞിലൂടെ ഓടിക്കളിക്കേണ്ട ഞാനാണ്. അപ്പം അതേ നമ്മൾ നേപ്പാളിലേക്ക് കടന്നതിന് ശേഷം പോയിക്കൊണ്ടിരിക്കുകയാണ്.